ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആപത്തുകളും വൈപരീത്യങ്ങളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. അതിനാൽ ആപത്ത് വരുമ്പോൾ തളരുകയും സമ്പത്ത് വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യലാണ് സാധാരണ മനുഷ്യൻ്റെ സ്വഭാവം. എന്നാൽ അങ്ങനെ അല്ല നാം ചെയ്യേണ്ടത്. ആപത്ത് വരും, അതവിടെ നിലനിൽക്കുകയില്ല. പിന്നീട് വരുന്നത് ചിലപ്പോൾ സമ്പത്തായിരിക്കും. അങ്ങനെ ആപത്ത് വരുമ്പോഴും സമ്പത്ത് വരുമ്പോഴും നാം ഒരേപോലെ കാണാനുള്ള പരിശീലനമാണ് നമുക്ക് വേണ്ടത്. വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം, ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കും വനമേ. നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, ആപത്തോ സമ്പത്തോ വിപരീതങ്ങളോ എന്ത് തന്നെ വരട്ടെ. വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം, ജരയും മരണവും എല്ലാം വരട്ടെ, ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കുമീ മനമേ. പോലും പരിഭ്രമമില്ലാതെ കൂസൽ കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കേണ്ടതാണ്. വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം, ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കുമീ മനമേ. നാം ഒരിക്കലും വിപരീതം വരുമ്പോൾ തളർന്നു പോകരുത്. നമ്മുടെ കരുത്തെല്ലാം ഇല്ലാതെയാവരുത്. കൂടുതൽ കരുത്തരായി മാറുന്നതിന് വേണ്ടിയാണ് നാം നമുക്ക് വിപത്തുകൾ തരുന്നത്. ഒരു ചെറിയ കുട്ടി നടക്കുമ്പോൾ ഒരടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണു പോകുന്നു എന്ന് വിചാരിച്ച് നാം അതിനെ നടക്കാൻ അനുവദിക്കാതിരിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. നടക്കുമ്പോൾ വീഴും, വീണാൽ വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഇവിടെ നടക്കാൻ പഠിച്ചത്. പിന്നെ നല്ല നടത്തക്കാരനും ഓട്ടക്കാരനും ഒക്കെയായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ആപത്ത് വരുമ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്ന് വിഷമിക്കുകയല്ല വേണ്ടത്. വരട്ടെ ആപത്തോ സമ്പത്തോ അല്ല, വരട്ടെ ജരാമരണാദിയോ എല്ലാം, ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കും ഈ വനമേ.